ജൂൺ 12-ാം തീയതി കേരളത്തിലെ 100ഓളം തിയേറ്ററുകളിൽ ഹാപ്പി ബി ഹാപ്പി റിലീസ് ചെയ്യാണ്. തീർച്ചയായിട്ടും ഒരു തലമുറ അല്ലെങ്കിൽ 2 തലമുറ മാറുന്ന തരത്തിൽ 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന അവർക്ക് 15ഓ 20ഓ വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സായിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് 45ഓളം വയസ്സായിട്ടുണ്ടാവും. അപ്പോൾ അവർ മാറി മറ്റൊരു ജനറേഷന് വേണ്ടിയാണ് ഈ സിനിമ പ്രധാനമായിട്ടും റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പറയാം ജെൻസി 2K ജനറേഷന് വേണ്ടി ഈ സിനിമ 12-ാം തീയതി തിയേറ്ററുകളിൽ എത്തിക്കുകയാണ്. ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം എന്നുള്ള എൻ്റെ ഒരു അപേക്ഷയാണ് ആദ്യമുള്ളത്. ബാക്കി നിങ്ങൾ ആവശ്യപ്പെടുന്നത് തരാം. நமஸ்காரம், என் கருணாகரன். இன்னைக்கு ரொம்ப சந்தோஷமாக இருக்குது. என்னோட படம் மலையாளத்தில் ஹிட் ஆனதுக்கு பெரிய விஷயம். அது ஒரு 20 இயர்ஸ்க்கு அப்புறம் மறுபடியும் ரீரிலீஸ் ஆகுது. இவ்வளவு வரவேற்பு இருக்குது. இவ்வளோ தூரம் இப்போ உள்ள ஜென்ரேஷன்லாம் அந்த ரீல்ஸ் பண்ணுறதெல்லாம் நான் ஹைதராபாத்லேருந்து பார்க்குறேன். ஸோ அப்பப்போ சார்ட்ட ஃபோனில் பேசுவேன். அப்போது இந்த மாதிரி ரீரிலீஸ் பண்ணுறேன்னு சொன்னப்போ ரொம்ப எக்ஸைட்டட். சார் நான் வரேன் சார், நான் கொச்சின் வந்து நான் பார்க்கணும் சார் அப்படின்னு சொல்லி நான் வந்தேன். ஸோ ஐ எம் ஸோ எக்ஸைட்டட். எனக்கு ரொம்ப சந்தோஷமாக இருக்குது. நீங்கள் எல்லோரும் தேட்டரில் வந்து நீங்கள் என்ஜாய் பண்ணணும். அதே அந்த 20 வருஷத்துக்கு முன்னாடி நீங்கள் என்ன ஃபீல் பண்ணீங்களோ அப்போ இருக்கிற இந்த ஜென்ரேஷன் பர்சனெலாம் அதை എൻജോയ് பண்ணுவாங்கன்னு ഞാൻ നമ്പുறேன். ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ 20 വർഷം മുമ്പ് ഇങ്ങനൊരു സിനിമ കാതലിക്ക അറിയാം. അന്ന് ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് രാവിലെ തുടങ്ങി എങ്ങനെയെങ്കിലും വൈകുന്നേരം തീർക്കണം എന്നുള്ളൊരു ഇതിലാണ് എപ്പോഴും തിരുവനന്തപുരത്ത് പോയിട്ട് ഡബ് ചെയ്യാറ്. കാരണം അന്ന് ഞാൻ വളരെ സജീവമായിട്ട് ഇവിടെ ഡബ് ചെയ്യുന്ന സമയമായതുകൊണ്ട് ഇവിടെ ഞാൻ ഒരുപാട് ദിവസം മാറി നിൽക്കാൻ പറ്റാറില്ല. കുറേ സീരിയൽസിന്റെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവാറുണ്ട് സീരിയൽസിൽ. അപ്പോൾ രാവിലെ പറയും നമ്മൾ 9 മണിക്ക് തുടങ്ങുന്നു, 6 മണിക്ക് തീർക്കുന്നു. നിങ്ങൾക്കറിയാം ഈ എല്ലോറിജിന് വേണ്ടി ഒരു ദിവസം കൊണ്ട് ഡബിങ് തീർക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ ഓടിച്ച് പിടിച്ച് തീർത്തിട്ടുള്ള സിനിമകളാണ് പലതും. അപ്പൊ അത് സാറ് പറഞ്ഞ പോലെ 20 വർഷത്തിന് ശേഷം വീണ്ടും റീ റിലീസ് ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ ഇന്റർവ്യൂവിലും പറയാറുള്ള പോലെ അല്ലു അർജുന് ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ടാക്കി കൊടുത്തത് ഈ രഥക് ആർട്സ് ഖാദർ ഹസൻ എന്ന് പറയുന്ന ആളാണ്. അല്ലു പോലും സ്വപ്നം കണ്ടിട്ടില്ലാത്തൊരു മാർക്കറ്റ് ഇവിടെ ഉണ്ടാക്കി കൊടുത്തത്. അപ്പൊ അത് തന്നെ ഇത് റീ റിലീസ് ചെയ്തു എന്ന് പറയുന്നത് കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ്. ഹാപ്പി എന്തായാലും എല്ലാവരും ഹാപ്പി ആക്കട്ടെ. എനിക്ക് വ്യക്തിപരമായിട്ട് വളരെയധികം സന്തോഷമുള്ളൊരു നിമിഷമാണിത്. കാര്യം എൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു ഹാപ്പി എന്ന സിനിമ. അപ്പോൾ ഹാപ്പിയിലൂടെയാണ് ഞാൻ ഹാപ്പി ആയിട്ട് ആരംഭിച്ചത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഈ ഹാപ്പിയിലെ പാട്ടുകൾ അന്നത്തെ തലമുറ ഏറ്റെടുക്കുകയും ഇപ്പോഴും എന്നെ അതിശയിപ്പിക്കുന്നത് ഇപ്പോഴും റീലുകളായിട്ടും മറ്റും ആ പാട്ടുകൾ ഒരുപാട് വൈറലായിട്ട് കാണാറുണ്ട്. ഒത്തിരി പേര് മെസ്സേജസ് ഒക്കെ അയക്കാറുണ്ട്. വീണ്ടും അല്ലു അർജുൻ ഒരുപാട് എനിക്ക് തോന്നുന്നു പുഷ്പ 2 വരെ ഒരുപാട് സിനിമകൾക്ക് പാട്ടെഴുതാൻ വേണ്ടി കഴിഞ്ഞത് ഈ ഹാപ്പി എന്ന സിനിമയിലൂടെയാണ്. അപ്പോൾ അത് വീണ്ടും വരാൻ നേരത്ത് എല്ലാവരും ആ തലമുറയും ഇപ്പോഴത്തെ തലമുറയും വീണ്ടും അത് ഏറ്റെടുക്കുന്നതിനാണ് എൻ്റെ വിശ്വാസം. തിയേറ്ററുകളിലെ ആവേശം വീണ്ടും കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ജൂൺ 12-ാം തീയതി ഈ സിനിമ വലിയൊരു വിജയമായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. 20 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു അന്യഭാഷയിൽ നിന്നൊരു ചിത്രം മലയാളത്തിലേക്ക് എത്തുക, അത് വലിയ ഹിറ്റ് ആവുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവം തന്നെയാണ്. ഇപ്പോഴാണ് റീസെന്റ് ഇതേപോലെ ആളുകൾ കുറച്ചുകൂടെ അക്സെപ്റ്റ് ചെയ്തത്. ആ കാലത്ത് കൂടുതൽ മലയാളത്തിന് തന്നെയായിരുന്നു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. എന്തായിരുന്നു ആ സമയത്ത് ഒരു പ്രചോദനം എന്തായിരുന്നു? ഇത് ഇങ്ങനൊരു സിനിമ മലയാളത്തിലേക്ക് ഡബ് ചെയ്യാൻ, മലയാളത്തിൽ കൊണ്ടുവരണം എന്നൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്ന റീസൺ എന്തായിരുന്നു? പ്രധാനമായിട്ടും പറയാൻ പറ്റുന്ന 2-3 കാരണങ്ങള്. ഒരു കാരണം വന്നിട്ട് മലയാളത്തിലെ ഈ മാതിരി സിനിമകൾ ഒരു അന്യഭാഷാ ചിത്രമെന്ന് വിശേഷിപ്പിക്കാമെങ്കിലും മലയാളി ടേസ്റ്റിന് അനുകൂലമായ രീതിയിലുള്ള ഘടകങ്ങൾ ഉണ്ടായിരുന്നു. അതൊരു പ്രധാന ഘടകമാണ്. ആര്യാണെങ്കിലും ഹാപ്പി ആണെങ്കിലും മലയാളികളുടെ ടേസ്റ്റ് വ്യക്തമായിട്ട് ഒരു മിനിമം പെർസെൻറ്റേജ് എനിക്ക് അറിയാമെന്ന എൻ്റെ ഒരു വിശ്വാസം. അതിലൂടെയാണ് ഞാൻ ഈ ചിത്രങ്ങളെ കണ്ടത്. ആ കാഴ്ചപ്പാടിലൂടെ കാണുമ്പോൾ ഒരു മലയാള ചിത്രം ചെയ്യാൻ ഇത്രയും കോസ്റ്റും അല്ലെങ്കിൽ അന്നൊരു ആർട്ടിസ്റ്റ്, ഇതുപോലെ ഒരു ആർട്ടിസ്റ്റ് നമുക്ക് അവൈലബിൾ അല്ല. ഞാൻ പറയുന്നത് 2003, 4, 5 കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ അവൈലബിലിറ്റി അല്ലു അർജുനെ പോലെ ഒരാളെ കണ്ടപ്പോൾ തീർച്ചയായിട്ടും അതൊരു പ്രചോദനമായി. ഇങ്ങനെ ചെയ്താൽ
എന്തുകൊണ്ട് നമുക്ക് നല്ല പെർഫെക്ഷനുള്ള ഡബ്ബിങ്, നല്ല സോങ്ങുകളുടെ ലിറിക്സ്, നല്ല പശ്ചാത്തല സംഗീതത്തിന് നല്ല രീതിയിൽ ഡീറ്റെയിൽസ് ചെയ്ത് ക്വാളിറ്റിയിൽ സിനിമ കൊടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. അത് നമ്മൾ അന്ന് വരെ ദർശിച്ചിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഡബിങ് സിനിമകൾ എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യലായിട്ടുള്ള ഗ്ലാമറസ് സീനുകളോ പാട്ടുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കൊമേഴ്ഷ്യൽ ഫൈറ്റുകളും മറ്റും ഒക്കെ ചേരുന്ന തരത്തിലുള്ള സിനിമകളായിരുന്നു. അതിൻ്റെ നിന്ന് വ്യത്യസ്തമായിട്ട് സിംപിൾസിറ്റിയുള്ള മലയാള സിനിമയ്ക്ക് അനുയോജ്യമായിട്ടുള്ള മലയാള സിനിമകളുടെ സാദൃശ്യമുള്ള ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ വേണ്ടി ഒരു ആഗ്രഹം, ആ പെർഫെക്ഷനോടുകൂടി കൊടുക്കാൻ ശ്രമിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പ്രണയമായി ആര്യ എന്നുള്ള ചിത്രങ്ങൾ രൂപം കൊള്ളുന്നത്.